എന്ത് നല്ലത് പറഞ്ഞാലും അതിൻ്റെ അകത്തൊരു ചിലപ്പോ വേറൊരു നെഗറ്റീവ് സൈഡ് എടുക്കും. അത് പിന്നെ വളർത്തി വലുതാക്കും. അപ്പൊ അതിന് നല്ലത് നമ്മള് പറയാനുള്ളത് നമ്മൾ പറയണം. പക്ഷെ ചില കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ പറയരുതെന്ന് തന്നെ ഉള്ളതാണ്. അതിന് പറയുമല്ലോ, ഈ അപ്രിയ സത്യങ്ങൾ പറയരുതെന്ന് പറയൂലേ. അപ്രിയ സത്യങ്ങൾ മനസ്സിലായി. ഇപ്പൊ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം ഞാൻ പറയരുത്. പക്ഷെ എനിക്ക് അതിന് ദോഷം കൂടുതൽ ചെയ്താണെങ്കിൽ പറയണ്ടേ, തിരുത്തണ്ടേ? ആ നേരം വരുന്ന ഒരു വിഷമല്ലേ ഉള്ളൂ. നമ്മളല്ല തിരുത്താൻ, വേറെ ആൾക്കാരുണ്ട് ഇവിടെ, കോടതിയുണ്ട്, പോലീസുണ്ട്, അവര് തിരുത്തും. അപ്പൊ എന്റെ അടുത്ത് തന്നെ എനിക്ക് കുറച്ചു കാലം അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ ഇപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അവതരിപ്പിക്കുക. അപ്പൊ അതിന് നെഗറ്റീവ്സ് വരുമെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കുക. കാരണം നമ്മള് വിമർശിക്കാൻ അവർക്ക് അവകാശമുണ്ട്. കറക്റ്റാണ്. അത് അവര് വിമർശിക്കുമ്പോഴാണല്ലോ നമ്മുടെ തെറ്റുകൾ നമ്മൾ സ്വയം മനസ്സിലാക്കുന്നതും. ഈ പറഞ്ഞ പോലെ എന്നാ പറയാ, നമ്മുടെ ഈ ഒരു തെറ്റുണ്ട്, നമ്മുടെ ഒരു ഈഗോ ആണെങ്കിൽ നമുക്ക് അത് മാറ്റി നിർത്തി അത് ശരിയാ, അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞ് നമുക്ക് അംഗീകരിക്കാം. ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റും. അപ്പൊ നമ്മളെ കറക്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. സത്യം. പിന്നെ എന്താ വെച്ചാൽ നമ്മളത് ഒരു കാര്യം 10 പ്രാവശ്യം ആലോചിച്ചിട്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തില് ഒരു പോസ്റ്റ് ഇടാൻ പാടുള്ളൂ.